അങ്ങനെ ഒരു ഓണപ്പുലിരി കൂടി വന്നിട്ടിരിക്കുകയാണ്. രാവിലെ തന്നെ പൂക്കളുമായിട്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ വീട്ടിൽ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ പൂക്കൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം കുറേ നാളായി ഞാൻ എൻ്റെ വീട്ടിൽ പൂക്കൾ ഇട്ടിട്ട്. എപ്പോഴും ഞാൻ ചച്ചിയുടെ വീട്ടിലായിരിക്കും ഉണ്ടാകുന്നത്. ഇത്തവണ ഞാൻ നായരമ്പലം എൻ്റെ വീട്ടിലാണ് ഉള്ളത്. അതിനുശേഷം അമ്മയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നമ്മൾ ടെമ്പിൾ റണ്ണിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എല്ലാ അമ്പലങ്ങളും തൊഴുതിട്ട് വേണം വരാനും നമ്മ പറഞ്ഞു. അങ്ങനെ നമ്മൾ എല്ലാ അമ്പലത്തിലും പോയി. പിന്നെ അത്തപ്പൂക്കളത്തിന് ചുറ്റും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വട്ടം കൂടിയൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഓണത്തിൻ്റെ മെയിൻ പരിപാടിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതാണ് സദ്യ. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സദ്യ. നമ്മളെന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അമ്മ ഉണ്ടാക്കിയ സദ്യ. അമ്മയ്ക്ക് ഇതവണ എല്ലാം ഒറ്റയ്ക്ക് ഉണ്ടാക്കണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. ആയിക്കോട്ടെ, കഴിക്കാൻ നമ്മൾ റെഡിയാണല്ലോ, അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ പപ്പടവും സാമ്പാറൊക്കെ കൂട്ടിയൊരു പിടി പിടിച്ചു. 2 തരം പായസം നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പപ്പടം കൂട്ടിയൊരു പിടി പിടിച്ചു. എല്ലാവരുടെയും ഓണം ഇതേപോലെയാണെന്ന് വിശ്വസിക്കും.